എൻ്റെ പേര് കരീം അബ്ദുൾ റസാഖ്. ഞാൻ കേരളത്തിൽ കൊല്ലം ഡിസ്ട്രിക്ട് അഞ്ചൽ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണെന്ന് അറിഞ്ഞിട്ട്, ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഏകദേശം 5 വർഷമായി. ഈ 5 വർഷം കൊണ്ട് ഞാൻ സഫർ ചെയ്യുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ ഞാൻ ഖലീഫ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോയി. അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഒരു പേസ് മേക്കർ വെക്കണമെന്ന്. അങ്ങനെ 4.5 വർഷം മുമ്പ് ഞാൻ പേസ് മേക്കർ വെച്ചു. പേസ് മേക്കർ വെച്ചതിന് ശേഷം 4.5 വർഷം വരെ എനിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. 4.5 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും പ്രശ്നം തുടങ്ങി. ബ്രീത്തിങ് കിട്ടുന്നില്ലായിരുന്നു, നടക്കാൻ വയ്യായിരുന്നു, ഓടാൻ വയ്യ. ഒരു വല്ലാത്തൊരു വിഷമ കണ്ടീഷനിലായിരുന്നു. എൻ്റെ ഫാമിലി ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഞാൻ അബുദാബിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ പോയി. എല്ലാ ഹോസ്പിറ്റലിലും എൻ്റെ ഫയലുണ്ട്. ആർക്കും ഒരഭിപ്രായം പറയാനില്ലായിരുന്നു. കേരളത്തിൽ വന്ന് കേരളത്തിലെ എല്ലാ ഡോക്ടർമാരെയും കണ്ടു. ലാസ്റ്റ് അവർ പറഞ്ഞ ഒരു ഓപ്ഷൻ വെച്ചാൽ, നിങ്ങൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന ഒരു മാർഗം മാത്രം അവർ പറഞ്ഞു. പക്ഷെ നിങ്ങൾ നല്ല ഹോസ്പിറ്റൽ കണ്ടുപിടിക്കണം, എന്നിട്ട് നിങ്ങൾ പോയിട്ട് ആ ഹോസ്പിറ്റലിനെക്കുറിച്ച് അന്വേഷിക്കണം. അങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടത് തമിഴ്നാട്ടിൽ അപ്പോളോ എന്ന ഹോസ്പിറ്റലിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്, ഹാർട്ട് മാറ്റി വച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ അപ്പോളോയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അപ്പോളോയിൽ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യം പറയാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ലീവെടുത്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് 1 മാസം ഞാൻ വീട്ടിലിരുന്നു. ഒരു ദിവസം എനിക്ക് ബ്രീത്തിങ് തീരെ കിട്ടുന്നില്ല, വല്ലാത്ത ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ ഞാൻ ഒരു പ്രതീക്ഷയും എനിക്കില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒരു വണ്ടിയെടുത്തു. എടുത്തിട്ട് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിലേക്ക് വന്നു. തമിഴ്നാട്ടിൽ അപ്പോഴോ എമർജൻസിയിൽ വന്നു അഡ്മിറ്റായി 10 ദിവസം ICUവിൽ കിടന്നു. എന്നിട്ട് ഡോക്ടറുമായിട്ട് ഡിസ്കഷൻ നടത്തി. 3 ഡോക്ടേഴ്സ്, അതായത് ഡോക്ടർ പോൾരാജ്, ഡോക്ടർ സുന്നാർ, ഡോക്ടർ മദൻ കുമാർ, ഇവർ 3 പേരും ഒരു ടീമാണ്. ഇവരുടെ ടീം വർക്കാണ് എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതും. അങ്ങനെ എന്തായാലും അവർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു. അതിനെ സമ്മതിച്ചതിന് ശേഷം അവർ അത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടി സ്വീകരിച്ചു അവരുടെ തീരുമാനത്തെ ഞങ്ങൾ വിട്ടുകൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ അഡ്മിറ്റായി. ഡോക്ടേഴ്സ് പറഞ്ഞു, മിക്കവാറും ഇന്ന് നമ്മൾക്ക് ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വരും. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ അഡ്മിറ്റായി. 11 മണിക്ക് അഡ്മിറ്റാവുകയും മുമ്പ് പറഞ്ഞ 3 ഡോക്ടേഴ്സ് 9 മണിക്കൂർ കൊണ്ട് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ ഫാമിലി അടുത്ത് പറഞ്ഞു, എല്ലാം ഓക്കെയാണ്, എവറിത്തിങ് ഈസ് ഫൈൻ, ദേ ആർ വെരി ഹാപ്പി. അതിനുശേഷം 2 ദിവസം കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങി. ഇന്നേക്ക് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 20 ദിവസമായി. ഞാൻ ഡിസ്ചാർജായി നാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ്. എല്ലാവർക്കും നന്ദി. എല്ലാ ഡോക്ടേഴ്സിനും നേഴ്സേഴ്സിനും ഈ ഹോസ്പിറ്റലിനും എല്ലാവർക്കും വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.